സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അങ്ങനെ ഇറാന്റെ മുന്നറിയിപ്പ് അക്ഷരം പ്രതി ശരിയായി. നെതന്യാഹുവും ട്രംപും ചതിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ ഖത്തറിലെ എയർബേസ് ഉപയോഗിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ. പക്ഷേ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളമുള്ള തങ്ങളുടെ രാജ്യത്തെ അമേരിക്ക സുരക്ഷിതമാക്കുമെന്ന് ഖത്തർ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ആക്രമണത്തോടെ തെറ്റിയിരിക്കുന്നത്. കൊടും ചതി ഖത്തർ മനസ്സിലാക്കുകയാണ്. ഇറാന്റെ മുന്നറിയിപ്പിന്റെ ആഴം അവർ തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ വിശ്വാസപരമായ വേർതിരിവുകൾ മാറ്റിവെച്ച് ശത്രുക്കളെ നേരിടാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഇറാൻ ഏറെ നാളായി ആവശ്യപ്പെടുന്നതാണ്. അതും അറബ് ലോകം ഇതുവരെ കണക്കിലെടുത്തിരുന്നില്ല. എന്നാൽ ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാൻ ഇനിയും ഖത്തറിൽ ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു ആക്രോശിക്കുമ്പോൾ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ട്രംപ് കൈകഴുകുമ്പോൾ, അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ആവശ്യകത അറബ് ലോകത്തിന് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അത് മനസ്സിലാക്കി കൊടുത്തുവെന്നും പറയാം. എന്തായാലും അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ് ഖത്തർ. വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ദോഹയിൽ അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടും. പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ ഭീഷണിയെ എങ്ങനെ നേരിടണമെന്ന് അവർ ചർച്ച ചെയ്യും. ട്രംപിന്റെ അമേരിക്കയെ ഇനിയും വിശ്വാസത്തിൽ എടുക്കണമോ എന്നും ചർച്ച ചെയ്യും. അതിൽ ഇറാൻ നിർണായക റോളും വഹിക്കും. അതായത് ഗൾഫ് മേഖലയിൽ ഇതുവരെ കാണാത്ത നിർണായക നീക്കമാണ് നടക്കുന്നത്. അമേരിക്കയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ഒരു കൂടിയാലോചന സമീപകാലത്തൊന്നും ഗൾഫ് മേഖലയിൽ നടന്നിട്ടില്ല. കാരണം അമേരിക്ക എന്നും ഗൾഫ് രാജ്യങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു. അതായത് ട്രംപ് കാരണം അമേരിക്കൻ വിരുദ്ധ യോഗം ഖത്തറിൽ ചേരാൻ പോവുകയാണ് എന്ന സാരം. അനിതര സാധാരണമായ പിരിമുറുക്കത്തിലുള്ള ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ഈ വീഡിയോ. ഒപ്പം ഈ പ്രതിസന്ധിയിൽ ഇറാന്റെ നിർണായക റോളും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളും ചർച്ചയാകും. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയും നിലപാടും ശ്രദ്ധേയവുമാണ്. അതും നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യ വക്താവ് പറഞ്ഞത് എന്തെന്ന് നോക്കാം. ഇസ്രയേലിന്റെ ആക്രമണം അതീവ അപകടകരവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായ പ്രവൃത്തിയാണ്. ഇത് ഇസ്രയേലിന്റെ നിയമലംഘനങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്നാൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കൃത്യവും വ്യക്തവുമായ വാക്കുകളിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ്: ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ഒപ്പം ഇസ്രയേലിന്റെ ക്രൂരതയെ നേരിടാൻ ഇറാൻ സഹകരണം ശക്തിപ്പെടുത്താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അരാക്ചിയുടെ നയതന്ത്ര മികവ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാ അറബ് രാജ്യങ്ങളെയും ഒപ്പം നിർത്താൻ അന്ന് അരാക്ചിക്ക് കഴിഞ്ഞു. കൂടാതെ അന്ന് റഷ്യയുടെയും ചൈനയുടെയും നിർണായക പ്രസ്താവന ഉണ്ടായതും അരാക്ചിയുടെ നയതന്ത്ര മികവിന്റെ ഫലങ്ങളാണ്. മാത്രമല്ല സൗദിയും UAEയും ഇന്ത്യയും ഒക്കെ ഉൾക്കൊള്ളുന്ന ബ്രിക്സ് രാജ്യങ്ങളെ കൊണ്ട് ഇസ്രയേലിനെ തള്ളിപ്പറയിക്കാനും അരാക്ചിയുടെ നയതന്ത്രത്തിന് കഴിഞ്ഞു. ഇപ്പോൾ അതേ അരാക്ചി മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ഖത്തർ അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ചേരുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇറാന്റെ റോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനിർണായകമാണ്. ഇസ്രയേലിനെ ഫലപ്രദമായി നേരിട്ട രാജ്യമെന്ന നിലയ്ക്കും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇസ്രയേലിന് കനത്ത നാശം വിതച്ച സൈനിക ശക്തി എന്ന നിലയ്ക്കും ഇറാൻ ഈ ഉച്ചകോടിയുടെ ഹീറോ ആണ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു നിലയ്ക്കും ഇറാന്റെ റോൾ നിർണായകമാണ്. റഷ്യ, ചൈന, ഉത്തര കൊറിയ ചേരിയിലെ നിർണായക രാജ്യമാണ് ഇറാൻ. ആ നിലയ്ക്കും ഇറാൻ ഖത്തർ ഉച്ചകോടിയിൽ എടുക്കുന്ന നിലപാടുകൾ ശ്രദ്ധേയമാകും. ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമായതിനാൽ ഈ ഉച്ചകോടി ഇറാനെ സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ ആ നിലയ്ക്ക് സ്വാധീനം ചെലുത്താനുള്ള അവസരവുമാണ്. ഇസ്രയേലിന്റെ പലസ്തീനിലെ ക്രൂരതകളും ഉച്ചകോടിയിൽ ഇറാൻ ചൂണ്ടിക്കാട്ടും. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രയേൽ ആക്രമിച്ച 7ാമത്തെ മുസ്ലിം രാജ്യമാണ് ഖത്തർ. പലസ്തീൻ, ലബനോൻ, സിറിയ, ടുണീഷ്യ, യമൻ, പിന്നെ ഇറാൻ. ഇക്കാര്യങ്ങളെല്ലാം മറ്റാര് ഉച്ചകോടിയിൽ ഉന്നയിച്ചില്ല എങ്കിലും ഇറാൻ ഉന്നയിക്കും ഉറപ്പാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന നിലപാടുമായിട്ടായിരിക്കും ഇറാൻ ഈ വാദഗതികൾ അവതരിപ്പിക്കുക. ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര കരാറും വ്യാപാര ബന്ധങ്ങളും റദ്ദാക്കണമെന്ന ആവശ്യവും ഇറാൻ ഉച്ചകോടിക്ക് മുന്നിൽ വയ്ക്കും.
ഇനി റഷ്യയുടെയും ചൈനയുടെയും നിലപാടിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയാം. ഇസ്രയേൽ നടത്തിയത് ഭീകരമായ ആക്രമണം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. കനത്ത പ്രത്യാഘാതത്തിന് ഇത് കാരണമാകുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി. ചൈനയും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. മാത്രമല്ല, പുടിൻ ഖത്തർ അമീറിനെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമെല്ലാം ഖത്തറിന് വ്യക്തമായ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ പ്രഖ്യാപിക്കൽ അതിനിർണായകമാണ്. നമുക്കറിയാം, ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ റഷ്യയും ചൈനയും ഇറാനു വേണ്ടി നിലകൊണ്ടതും പിന്നീട് നടത്തിയ നയതന്ത്ര ചർച്ചകളും ആ യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. റഷ്യയുടെ പിന്തുണ ഇറാന്റെ കരുത്തു കൂട്ടുകയും ചെയ്തു. ആ കരുത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇറാൻ ഖത്തറിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചത്. പശ്ചിമേഷ്യയിൽ റഷ്യയ്ക്ക് സ്വാധീനമുള്ള ഏക രാജ്യമാണ് ഇറാൻ. ഇസ്രയേലിനെതിരെ ഇറാൻ നേടിയ ശാക്തിക വിജയത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള പല നിർണായക നീക്കങ്ങളും റഷ്യയും ചൈനയും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറാൻ അതിന് ചാലക ശക്തിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ മേഖലയിലെ പിരിമുറുക്കം അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇറാൻ വഴിയും നേരിട്ടും റഷ്യ ചില നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണണം. ട്രംപ് എല്ലാവരെയും ഇങ്ങനെ വെറുപ്പിക്കുമ്പോൾ ആ അവസരം മുതലെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ റഷ്യൻ ചൈനീസ് ചേരി തുടർന്നു പോരുന്നത്. ചൈനയിൽ നടത്തിയ സൈനിക പരേഡിൽ യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങളെ വരെ അണിനിരത്തി തങ്ങളുടെ കരുത്ത് ഈ ചേരി തെളിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് ഉച്ചകോടിയിലെ ഇറാന്റെ പ്രാതിനിധ്യം വെച്ച് അതിനിർണായകമാണ് എന്ന് പറയാം. എന്തായാലും അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ച് ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഖത്തർ. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ, UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹിയാൻ, ജോർദാൻ രാജാവ്, ഖത്തർ അമീർ, പ്രധാനമന്ത്രിയൊക്കെ അടിയന്തര യോഗം ചേർന്നാണ് ഉച്ചകോടി വിളിക്കാൻ തീരുമാനമെടുത്തത്. അറബ് ലീഗിലെ 22 രാജ്യങ്ങൾ, ഇസ്ലാമിക് സഹകരണ സംഘടനയായ OICയിലെ ഇറാൻ അടക്കമുള്ള 57 രാജ്യങ്ങൾ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. കൂടാതെ മറ്റു ചില അതിഥികളും പങ്കെടുക്കുമെന്നാണ് സൂചന. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. 14-ന് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും, അതായത് ആദ്യ ദിവസം. 15-ന്, അതായത് രണ്ടാമത്തെ ദിവസം, ഭരണാധികാരികളുടെ യോഗം ചേരാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 15-ന് തന്നെ ഉച്ചകോടിയിലെ നിർണായക തീരുമാനം പുറത്തുവരും എന്നാണ് സൂചന. സൈനിക നടപടിയാണോ സാമ്പത്തിക നടപടിയാണോ ഇസ്രയേലിനെതിരെ എടുക്കുക എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇസ്രയേലിനെതിരെ സംയുക്ത സൈനിക നീക്കം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ചില അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രയേലിനെതിരെ സാമ്പത്തിക എണ്ണ ഉപരോധങ്ങൾ, ഒപ്പം നയതന്ത്ര ബഹിഷ്കരണം എന്നിവ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. UAE ബഹ്റൈൻ രാജ്യങ്ങളുമായി ഇസ്രയേലിനുള്ള അബ്രഹാം ഉടമ്പടി അത് റദ്ദാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തിച്ച് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണമെന്ന നിർദ്ദേശവും ഉയരാം. അമേരിക്കയ്ക്കെതിരെ ഉച്ചകോടി എന്തെങ്കിലും നിലപാട് എടുക്കുമോ എന്നതും വളരെ ആകാംക്ഷയുള്ള കാര്യമാണ്. ഇസ്രയേലിന്റെ അഹങ്കാരത്തിന് എന്ത് തിരിച്ചടിയാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ നൽകാൻ പോകുന്നത് എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ ഒപ്പം ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.